ഹായ് എവരിവൺ, മൺസ്റ്റാക്കിൻ്റെ ട്യൂട്ടോറിയൽ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ അടുത്ത് ഞാൻ വായിച്ചിട്ടുള്ളതിൽ കണ്ടൊരു കാര്യം ഇങ്ങനെയാണ്. അതായത് അതിങ്ങനെയാണ് പറയുന്നത്: പാഷൻ ഈസ് ദ ഫ്യൂവൽ ദാറ്റ് ഡ്രൈവ്സ് അസ് ടു ഡു എക്സ്ട്രാ ഓർഡിനറി തിങ്സ്. ഒരു എക്സ്ട്രാ ഓർഡിനറി കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മളെപ്പോഴും പുഷ് ചെയ്യുന്ന ഒരു ഫ്യൂവലാണ് ആക്ച്വലി പാഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിൽ സക്സസ് ആയ എല്ലാവരും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലെല്ലാം ഒരു പാഷൻ ഉണ്ടായിരുന്നു. അവർ ചെയ്യുന്ന കാര്യത്തോടുള്ളൊരു പാഷൻ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് അതിലൊരു സക്സസ് നേടിയെടുക്കാൻ സാധിച്ചത്. അതേപോലെ തന്നെ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് IT ഫീൽഡിലേക്ക് വരുവാൻ തയ്യാറാകുന്ന സമയത്ത് നമ്മൾ ഇതിലൊരു പാഷൻ വളർത്തിയെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കൺസിസ്റ്റൻ്റായി ഇതിൻ്റെ അകത്ത് വർക്കൗട്ട് ചെയ്യാനും ഇതൊരു സക്സസ് ആക്കി നമ്മുടെ മാറ്റാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ജാവാസ്ക്രിപ്റ്റിലെ 3 ടോപ്പിക്കാണ് നമ്മളിന്ന് കവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത് ഡാറ്റ ടൈപ്സ്, രണ്ടാമതായി ടൈപ്പ് കാസ്റ്റിംഗ്, മൂന്നാമതായിട്ട് ഡാറ്റ സ്ട്രക്ചേഴ്സ്. ഈ 3 കാര്യങ്ങളാണ് നമ്മളിന്ന് കവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് തന്നെ നമുക്ക് എന്താണ് ഡാറ്റ ടൈപ്പ് എന്ന് നോക്കാം. ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നോക്കുകയുണ്ടായി. അതായത് എന്തിനാണ് വേരിയബിൾ നമ്മൾ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇൻഫർമേഷൻസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻസ് ഉണ്ടാകും. ആ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഫർമേഷനും ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് ആയിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. മെയിൻലി മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് നോക്കുന്ന സമയത്ത് നമ്മൾ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്യും എന്ത് തരം ഡാറ്റ ടൈപ്പാണ് നമ്മൾ വേരിയബിളായിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷേ ജാവാസ്ക്രിപ്റ്റിൽ നോക്കുന്ന സമയത്ത് ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ ജസ്റ്റ് വേരിയബിൾ മാത്രമേ ഡിക്ലെയർ ചെയ്യുന്നുള്ളൂ. അതെന്ത് ടൈപ്പാണ് നമ്മൾ ഡിഫോൾട്ടായിട്ട് കൊടുക്കുന്നില്ല. അത് കമ്പൈലർ തന്നെ അത് ജസ്റ്റ് നമ്മൾ കൊടുക്കുന്ന വാല്യൂവിനനുസരിച്ച് ഡാറ്റ ടൈപ്പ് അസൈൻ ചെയ്യും. അപ്പോൾ 2 തരത്തിലുള്ള ഡാറ്റ ടൈപ്സാണ് മെയിനായിട്ട് എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലും ഉള്ളത്. ജാവാസ്ക്രിപ്റ്റിലും അങ്ങനെ തന്നെയാണ്, പ്രിമിറ്റീവ് ആൻഡ് നോൺ പ്രിമിറ്റീവ്. പ്രിമിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അവരെ ഡിഫോൾട്ടായിട്ട് തന്നെ അവർ ചില ഡാറ്റ ടൈപ്സ് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെയുള്ള ഡാറ്റ ടൈപ്സിനാണ് പ്രിമിറ്റീവ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നോൺ പ്രിമിറ്റീവ്. എന്താണ് നോൺ പ്രിമിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്സിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന ഡാറ്റ ടൈപ്സിനാണ് നോൺ പ്രിമിറ്റീവ് എന്ന് പറയുന്നത്. അതിനുള്ള ഉദാഹരണമാണ് അറേ ഒബ്ജക്റ്റ് എന്നൊക്കെ പറയുന്നത്. ഇനി നമുക്ക് നോക്കാം എന്താണ് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ്, ജാവാസ്ക്രിപ്റ്റിലുള്ള പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ്. മെയിനായിട്ട് 7 പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സാണ് ജാവാസ്ക്രിപ്റ്റിലുള്ളത്. ഒന്ന് നമ്പേഴ്സ്, പിന്നെ ബിഗിൻഡ്, സ്ട്രിങ്, ബൂളിയൻ, നൾ, അൺഡിഫൈൻഡ്, സിമ്പിൾ. എല്ലാത്തിനെ കുറിച്ച് നമുക്ക് ഒന്ന് ജസ്റ്റ് ബ്രീഫായിട്ട് നോക്കാം. നമ്പർ എന്ന് പറയുന്ന സമയത്ത് 253 - 1 ഇത്രയും നമ്പേഴ്സാണ്. ഇതാണ് മാക്സിമം സൈസ്. ഒരു നമ്പർ ഡാറ്റ ടൈപ്പിലുള്ള നമ്പേഴ്സിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സൈസ് അത്രയാണ്. അതിന് മേലെ വരുന്ന നമ്പേഴ്സ് ബിഗിൻഡ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് വെച്ചിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. അതിനുശേഷം സ്ട്രിങ്, അതായത് നമ്മൾ സിംഗിൾ കോട്ടിലോ ഡബിൾ കോട്ടിലോ കൊടുക്കുന്ന എല്ലാ വാല്യൂസും സ്ട്രിങ് ആയിരിക്കും. ബൂളിയൻ എന്ന് പറയുന്ന സമയത്ത് ട്രൂ ഓർ ഫോൾസ്, ഈ 2 വാല്യൂസാണ് ബൂളിയൻ ഡാറ്റ ടൈപ്സിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. നള്ള് എന്ന് പറയുന്ന സമയത്ത് ജസ്റ്റ് ഇതൊരു ഡാറ്റ ടൈപ്പ് ആയിട്ടാണ് ജാവാസ്ക്രിപ്റ്റിൽ വരുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു വേരിയബിളിൽ എന്തെങ്കിലും വാല്യൂ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ഒരു വേരിയബിളിൽ നമ്മൾ വാല്യൂ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ മെമ്മറിയിലൊരു സ്പേസാണ് അതിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നള്ള് എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സമയത്ത് അത് ഡി അലോക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമുക്ക് എന്തെങ്കിലും ഡി അലോക്കേറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് നള്ള് എന്ന് പറഞ്ഞ് അസൈൻ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അൺഡിഫൈൻഡ് എന്ന് പറയുന്ന സമയത്ത് ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു, പക്ഷേ അത് ഇനീഷ്യലൈസ് ചെയ്യുന്നില്ല, അതിൻ്റെ അകത്ത് വാല്യൂസ് ഒന്നും കൊടുക്കുന്നില്ല. ആ ഒരു സ്റ്റേറ്റിന്, ആ ഒരു ഡാറ്റ ടൈപ്പിനാണ് അൺഡിഫൈൻഡ് എന്ന് പറയുന്നത്. പിന്നെ സിമ്പിൾ ആക്ച്വലി നമ്മൾ പൊതുവേ യൂസ് ചെയ്ത് കാണുന്നില്ല, എന്നാലും സിമ്പിൾ യൂസ്ഫുൾ ആണ്. കാരണം ഇത് യുണീക്ക് ആയിട്ടുള്ള ഐഡൻറ്റിഫയേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് കുറച്ച് ഉദാഹരണം നോക്കാം. ഞാൻ VS കോഡ് ഓപ്പൺ ചെയ്യാണ്. ഇവിടെ ടെസ്റ്റ് ഡോട്ട് JS എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് കൊടുത്തു. കൺസോൾ ലോഗ് ടൈപ്പ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ടൈപ്പ് ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിളിൻ്റെ ടൈപ്പ് ഏതാണോ അത് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൈപ്പ് ഓഫ് എന്ന് പറഞ്ഞ കീവേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഇത് റൺ ചെയ്യാണ്. test.js നമുക്ക് കാണാം സ്ട്രിങ് ആണ്. അതായത് ഡബിൾ കോട്ടിലോ സിംഗിൾ കോട്ടിലോ കൊടുക്കുന്ന ഏത് വാല്യൂസും അത് സ്ട്രിങ് ആയിരിക്കും. ഓക്കെ, ഇനി ഞാൻ ഒരു നമ്പർ കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞ ഒരു ജനറൽ ആയിട്ടുള്ളൊരു നെയിം കൊടുക്കുകയാണ്. അപ്പോൾ 10 എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ടൈപ്പ് ഓഫ് കണ്ടോ, ഇത് നമ്പറാണ്. അതിനുശേഷം ഞാൻ ഫോൾസ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ബൂളിയനാണ് ടൈപ്പ്. ഇപ്പോൾ എന്നിട്ട് ഞാൻ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതിൻ്റെ അകത്ത് വാല്യൂസ് ഇനീഷ്യലൈസ് ചെയ്യുന്നില്ല, അപ്പോൾ ഡാറ്റ ടൈപ്പ് അൺഡിഫൈൻഡ് ആയിട്ട്. ഇനി നമുക്ക് സിമ്പിൾ നോക്കാം. സിമ്പിൾ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് സിമ്പിൾ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. സിമ്പിൾ ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുകയാണ്.
നമുക്കറിയാം ഡാറ്റ ടൈപ്പ് സിമ്പിളാണ്. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെറ്റ് എ ഈക്വൽ ടു സിമ്പിൾ എന്ന് കൊടുത്തു, ബി ഈക്വൽ ടു സിമ്പിൾ എന്ന് കൊടുത്തു. അപ്പോൾ ഇത് രണ്ടും ഡിഫറൻറ്റ് ഇൻസ്റ്റൻസ് ആണ്, ഇത് രണ്ടും ഡിഫറൻറ്റ് യുണീക്ക് ഐഡൻറ്റിഫയർ ആണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഫസ്റ്റ് സിമ്പിൾ, എന്ത് ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ നമുക്ക് ഇത് കൊടുക്കാം. സിമ്പിൾ. ഓക്കെ, ഇതാണ് ഡാറ്റ ടൈപ്സ്. പിന്നെ നമുക്ക് പ്രിമിറ്റീവ് നോൺ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സിലേക്ക് കൊടുക്കാം. അതായത് നമ്മൾ ഈ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് എന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ് നോൺ പ്രിമിറ്റീവ്. ഇനി ഫസ്റ്റ് നമുക്ക് ഒബ്ജക്റ്റ് നോക്കാം, പിന്നെ അറേ. ഒബ്ജക്റ്റ് എന്ന് പറയുന്ന സമയത്ത് ഒരു കീ വാല്യൂ പെയർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒബ്ജക്റ്റ് ആക്ച്വലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഒബ്ജക്റ്റ് എങ്ങനെ ഡിക്ലെയർ ചെയ്യാൻ നോക്കാം. ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് അതിന് നമ്മളൊരു കേളി ബ്രേസസിൻ്റെ ഉള്ളിലാണ് നമ്മൾ കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു കീ കൊടുക്കണം. കീ ഞാൻ ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞു കൊടുത്തു, എന്നിട്ട് അതിൻ്റെ അകത്ത് സാമുവൽ എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അടുത്ത ലൈനിൽ ഏജ് ഞാൻ കൊടുക്കുന്നില്ല. നമുക്ക് എന്ത് കൊടുക്കാം, ജെൻഡർ. ഇനി ഈ ഒബ്ജക്റ്റ് എങ്ങനെ നമുക്ക് ആക്സസ് ചെയ്യാൻ നോക്കാം. അതായത് ഞാൻ കൺസോൾ ചെയ്യാൻ പോവാണ്. നെയിം എന്ന് പറഞ്ഞു കൊടുത്ത് ഒരു കോളം കൊടുത്തു. അതിനുശേഷം എ എന്നാണ്, എ എന്ന് പറയുന്ന ഒബ്ജക്റ്റിലേക്കാണ് ഇത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. എ ഡോട്ട് നെയിം എന്ന് കൊടുക്കുന്ന സമയത്ത് നമുക്ക് നോക്കാം എന്താണ് പ്രിൻറ്റ് ചെയ്യുക, നമ്മുടെ പേര് പ്രിൻറ്റ് ചെയ്തു വന്നു. ഇങ്ങനെയാണ് നമുക്ക് ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ ജെൻഡർ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജെൻഡർ എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് ഡിഫൈൻ ചെയ്യുന്നത്. എങ്ങനെയാണ് ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഡാറ്റ ആക്സസ് ചെയ്യുന്നത്, ഈ രീതിയിലാണ്. നമ്മൾ ടൈപ്പ് ഓഫ് എ എന്ന് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഡാറ്റ ടൈപ്പ് ഒബ്ജക്റ്റ് ആയിട്ടാണ് വരുന്നത്. ഇനി നമുക്ക് അറേ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാൻ നോക്കാം. അറേ ആക്ച്വലി സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് വാല്യൂസ് വരിക. എല്ലാ വാല്യൂസും നമുക്ക് എന്ത് ചെയ്യാം, കോമയിട്ട് കൊടുക്കാം. നമുക്ക് ഏത് തരത്തിലുള്ള ഡാറ്റ ടൈപ്സിൻ്റെ അത് കൊടുക്കാം. സ്ട്രിങ് കൊടുക്കാം, നമ്പർ കൊടുക്കാം, അതേപോലെ തന്നെ ബൂളിയൻ വാല്യൂ കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതും ഒബ്ജക്റ്റായിട്ടാണ് വരുന്നത് എല്ലാം. ഇതെങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത് വെച്ചാൽ ഇൻഡെക്സ് വെച്ചിട്ടാണ് ആക്സസ് ചെയ്യുന്നത്. അതായത് എ സ്ക്വയർ ബ്രാക്കറ്റ് 0 എന്ന് കൊടുക്കുമ്പോൾ 0th പൊസിഷനിലുള്ള വാല്യൂ എന്താണോ അത് നമുക്ക് റിട്ടേൺ ചെയ്ത് തരും. അതേപോലെ 1 കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റ് പൊസിഷനിലുള്ള ഡാറ്റ റിട്ടേൺ ചെയ്യും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഇൻഡെക്സ് തുടങ്ങുന്നത് 0 മുതലാണ്. അതായത് ഫസ്റ്റ് വാല്യൂയുടെ ഇൻഡെക്സ് എന്ന് പറയുന്നത് 0 ആണ്. സെക്കൻഡ് വാല്യൂവിൻ്റെ ഇൻഡെക്സ് 1 ആണ്. അങ്ങനെയാണ് ഇതിൻ്റെ ഇൻഡെക്സിങ് വരുന്നത്. ഇങ്ങനെയാണ് അറേ ഡിഫൈൻ ചെയ്യുന്നത്. നമുക്ക് ഏത് ഡാറ്റ ടൈപ്സും ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാം. സ്ട്രിങ്ങോ ബൂളിയനോ നമ്പേഴ്സോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ആക്സസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആക്ച്വലി എല്ലാ വാല്യൂസും നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫോർ ലൂപ്പോ കാര്യങ്ങളോ യൂസ് ചെയ്യാം. ഫോർ ലൂപ്പൊക്കെ പിന്നീട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഫോർ ലൂപ്പൊക്കെയാണ് ഈ അറേ യൂസ് ചെയ്യുന്ന സമയത്ത് ഫോർ ലൂപ്പൊക്കെ വളരെ ആവശ്യമായിട്ട് വരുന്നതാണ്. നമുക്കിനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ടൈപ്പ് കൺവേർഷനാണ്. എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ടൈപ്പ് കൺവേർഷൻ ഉണ്ട്. ജാവ സ്ക്രിപ്റ്റിലും ഇതേപോലെ ടൈപ്പ് കൺവേർഷൻ ഉണ്ട്. മെയിനായിട്ട് 2 തരത്തിലുള്ള ടൈപ്പ് കൺവേർഷൻ ഉള്ളത്. ഒന്ന് ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ, രണ്ടാമത് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ. ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്ന സമയത്ത് സിസ്റ്റം തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കമ്പൈലർ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഒരു വേരിയബിളിലുള്ള അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പ് കൺവേർട്ട് ചെയ്യും. ഇതിനുള്ളൊരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. അതായത് ഞാനൊരു ആദ്യം ഒരു സ്ട്രിങ് വാല്യൂ എടുക്കുകയാണ്. എ എന്ന് പറയുന്നത് അപ്പോൾ നെയിം എന്ന് പറഞ്ഞെടുക്കുകയാണ്. നെയിം എൻ്റെ പേര് കൊടുത്തു. അതിനുശേഷം ഒരു നമ്പർ എന്ന് പറഞ്ഞിട്ട് 10 കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യാണ്, കൺസോൾ ഡോട്ട് ലോഗ് കൊടുത്തിട്ട് ഈ നെയിം പ്ലസ് ഫസ്റ്റ് നെയിം എന്ന് ഞാൻ റീനെയിം ചെയ്യാണ്. അതിനുശേഷം ഫസ്റ്റ് നെയിം പ്ലസ് നമ്പർ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏത് ഡാറ്റ ടൈപ്പിലാണ് ഇത് വരുന്നതെന്ന് നോക്കാം. സാമുവൽ 10 എന്ന് പറഞ്ഞ് കിട്ടി.
അപ്പോൾ ഏതാണ് ഇതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ഞാൻ വേറൊരു വേരിയബിൾ എടുക്കുകയാണ്, റിസൾട്ട് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ ഈ എക്സ്പ്രഷൻ ഫസ്റ്റ് നെയിം പ്ലസ് നമ്പർ എന്ന് പറയുന്നത് ഇങ്ങനെ എടുക്കുകയാണ്. ഇതിൽ ടൈപ്പ് ഓഫ് റിസൾട്ട് എടുക്കുകയാണ്. കാണാം, നമ്മൾ സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്തു. ആക്ച്വലി ഇവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നെയിം എടുത്ത് നമ്പർ എടുത്തു. നമ്പറിൻ്റെ ഡാറ്റ ടൈപ്പ് ഡിഫറൻ്റ് ആണ്, നമ്പറാണ്. അപ്പോൾ ഇത് കമ്പൈലർ ഓട്ടോമാറ്റിക്കായിട്ട് നമ്പർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്തു. എന്നിട്ടാണ് സ്ട്രിങ് കോൺകാറ്റിനേഷൻ ഇവിടെ ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. ഇതാണ് ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ. ഇനി എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്താണെന്ന് നോക്കാം. എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് വെച്ചാൽ നമ്മൾ നീഡിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡാറ്റ ടൈപ്പിനെ മറ്റൊരു ഡാറ്റ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാം. മെയിനായിട്ട് യൂസ് ചെയ്യുന്ന 3 ഫംഗ്ഷൻസാണ് നമ്പർ ഓഫ്, സ്ട്രിങ് ഓഫ്, ബൂളിയൻ ഓഫ്. ഈ 3 ഫംഗ്ഷൻസാണ് നമ്മൾ മെയിനായിട്ട് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് എ എന്ന് പറയുന്ന വേരിയബിൾ എടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് 44 എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് എ എന്ന് കൊടുക്കുകയാണ്. ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ടൈപ്പ് ഓൾറെഡി ലോഗ് ഓഫ് നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു കാര്യം ലെറ്റ് ബിയിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്, നമ്പർ ഓഫ് എ കൊടുക്കുകയാണ്. അതായത് ഞാൻ എ എന്ന് പറയുന്ന ഇതൊരു സ്ട്രിങ് ആണ്. ഈ സ്ട്രിങ്ങിനെ ഞാൻ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. അപ്പോൾ എങ്ങനെ വരുന്നതെന്ന് നോക്കാം. ടൈപ്പ് ഓഫ് എ, ടൈപ്പ് ഓഫ് ബി ചെയ്യുന്ന സമയത്ത് ആദ്യം നമുക്ക് കാണാം, ആദ്യം സ്ട്രിങ് ആണ്. അപ്പോൾ ബി നമ്മൾ എന്ത് ചെയ്തു, നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്തു. എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമ്മളത് ചേഞ്ച് ചെയ്തു അതിൻ്റെ ഡാറ്റ ടൈപ്പ്. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഇപ്പോൾ ബിയിലുള്ളത് 44 എന്ന് പറയുന്ന സ്ട്രിങ് അല്ല, 44 എന്ന് പറയുന്ന ഒരു നമ്പറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് എക്സ്പ്രഷൻസും ചെയ്യാം. നമ്പർ ഓഫ് എ പ്ലസ് 10, അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് വരുന്നത് ഓക്കെ ടൈപ്പ് ഓഫ് എന്ന് പറഞ്ഞാലുള്ളത് അതാണ്. കണ്ടോ, നമുക്ക് 54 എന്ന് പറഞ്ഞ റിസൾട്ട് കിട്ടി. 44 പ്ലസ് 10 എന്നുള്ള രീതിയിൽ കിട്ടി. അല്ലെങ്കിൽ നമ്പർ ഓഫ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്താ കിട്ടുക, 44 പിന്നെ അതിൻ്റെ കൂടെ തന്നെ 10 കൺകാറ്റിനേറ്റ് ആണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതേപോലെ തന്നെ എന്ത് ചെയ്യാം, ഇതൊരു 44 എന്ന് കൊടുത്തു. എന്നിട്ട് നമ്മൾ സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി നമുക്ക് ടൈപ്പ് എന്താണെന്ന് നോക്കി നോക്കാം. നമുക്ക് കാണാം ഫസ്റ്റ് നമ്പറാണ്, അതിനുശേഷം നമ്മൾ സ്ട്രിങ് എന്ന് പറഞ്ഞ് കൺവേർട്ട് ചെയ്ത സമയത്ത് അതിൻ്റെ ടൈപ്പ് മാറിയിരിക്കുന്നു. ഇങ്ങനെയാണ് നമുക്ക് ടൈപ്പ് കൺവേർഷൻ ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ബൂളിയനെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഞാൻ 0 കൊടുത്തു, എന്നിട്ട് ബൂളിയനിലേക്ക് മാറ്റുകയാണ്. ആദ്യം കണ്ടോ നമ്പറാണ്, അതിനുശേഷം ബൂളിയനായി. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ എന്താ പറയുക എക്സ്പ്ലിസിറ്റ് ആയിട്ട് ടൈപ്പ് കൺവേർഷൻ നടത്തുന്നത്. ഇതിലുള്ള വാല്യൂസ് എന്താ നോക്കാം. കണ്ടോ, ഫോൾസ് ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ 1 കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരുന്നു നോക്കാം. കണ്ടോ, ട്രൂ ആയി. അപ്പോൾ 0 എന്ന് വരുന്ന സമയത്ത് അതിനെ ബൂളിയനിൽ ഫോൾസ് ആയിട്ടും അതേപോലെ തന്നെ 1 എന്ന് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ബൂളിയനിൽ ട്രൂ ആയിട്ടും അതിനെ കൺവേർട്ട് ചെയ്യുന്നു എക്സ്പ്ലിസിറ്റ്ലി. അതാണ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ ഉണ്ട്, എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ ഉണ്ട്. ഇനി അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് കിടക്കാം, ഡാറ്റ സ്ട്രക്ചേഴ്സ് ഇൻ JS. മെയിനായിട്ട് 3 ഡാറ്റ സ്ട്രക്ചേഴ്സാണ് JSലുള്ളത്. ഒന്ന് ഇൻഡെക്സ്ഡ് കളക്ഷൻ, കീഡ് കളക്ഷൻ ആൻഡ് സ്ട്രക്ചേർഡ് ഡാറ്റ. ഇൻഡെക്സ്ഡ് കളക്ഷൻ എന്ന് പറയുന്ന സമയത്ത് ഒരു ഇൻഡെക്സ് വെച്ചിട്ട് ഡാറ്റയെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കളക്ഷൻസ്. അതാണ് 2 തരത്തിലുള്ള കളക്ഷൻസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ടൈപ്ഡ് അറേ ആൻഡ് റെഗുലർ അറേ. ടൈപ്ഡ് അറേ, നമ്മൾ റെഗുലർ അറേ നേരത്തെ നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്തതാണ്. അതായത് ലെറ്റ് എ ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം, 1 2 സ്ട്രിങ് വേണമെങ്കിൽ കൊടുക്കാം. ഇങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാം. ഏത് വാല്യൂസ്, ഏത് ഡാറ്റ ടൈപ്പ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അതേ സമയത്ത് ടൈപ്ഡ് അറേയിൽ ഒരൊറ്റ ഡാറ്റ ടൈപ്പ് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റൂ, നമ്മൾ കൊടുക്കുകയുള്ളൂ. മെയിനായിട്ട് ഈ ടൈപ്ഡ് അറേ എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓഡിയോ വീഡിയോ പ്രോസസ്സിംഗ് എല്ലാം ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഉള്ള ഡാറ്റ എന്ന് പറയുന്നത് എന്താ പറയുക, ബൈനറി ഫോർമാറ്റിലായിരിക്കും കിട്ടുക.
അപ്പോൾ അത് എല്ലാം എന്താ പറയുക 8-bit ഫോർമാറ്റിലായിരിക്കും ഡാറ്റ കിട്ടുക. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ ടൈപ്ഡ് അറേ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്താണ് കീഡ് കളക്ഷൻ നോക്കാം. മെയിനായിട്ട് ES6 കൂടെ വന്ന ഒരു അപ്ഡേറ്റ് ആണ് സെറ്റ് മാപ്പ് എന്ന് പറഞ്ഞ 2 കീഡ് കളക്ഷൻ. അതായത് സെറ്റ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് അറയുമായിട്ട് സിമിലറാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നൊരു ചെറിയൊരു പ്രോഗ്രാം ചെയ്ത് നോക്കാം. ലെറ്റ് അറേ 1 എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുകയാണ്. 1 2 1 സ്ട്രിങ്ങും കൊടുക്കുകയാണ്. അപ്പോൾ മെയിനായിട്ടുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അറേയിൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് കൊടുക്കാൻ പറ്റും. അതേ സമയത്ത് സെറ്റിൻ്റെ കാര്യത്തിൽ അത് യൂണീക്കാണ്. അപ്പോൾ നമുക്കിതൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഞാൻ സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. അപ്പോൾ ഇതാ നമുക്ക് കാണാൻ പറ്റും ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് എല്ലാം നമ്മൾ റിട്ടേൺ ചെയ്തിരിക്കുകയാണ്. ഇനി ഞാൻ ജസ്റ്റ് ഒരു സെറ്റ് ഡിഫൈൻ ചെയ്യുകയാണ്. ഇപ്പോൾ എങ്ങനെയാണ് സെറ്റ് ഡിക്ലെയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഒരു വേരിയബിൾ കൊടുക്കുക. അതിനുശേഷം ന്യൂ സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ എവിടെ ന്യൂ കണ്ടാലും നമ്മൾ ഓർക്കണം ഒരു ഒബ്ജക്റ്റ് ആക്ച്വലി ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ന്യൂ എന്ന് പറഞ്ഞൊരു കീവേഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആക്ച്വലി സെറ്റ് എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, സെറ്റിൻ്റെ ഒരു ഒബ്ജക്റ്റ്. ഓക്കെ, ഇനി ഞാൻ സെറ്റിലേക്ക് കുറച്ച് വാല്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സെറ്റിലേക്ക് വാല്യൂസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. സെറ്റ് ഡോട്ട് ആഡ്, ഞാൻ അതേപോലെ തന്നെ അറേയിൽ ആഡ് ചെയ്ത സെയിം വാല്യൂസ് ഇവിടെ ആഡ് ചെയ്യാണ്. 1 2 1 അപ്പോൾ ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിലൂടെ ഞാൻ ഒന്ന് ലൂപ്പ് ചെയ്യാണ്. ലൂപ്പ് ചെയ്തിട്ട് കൺസോൾ ചെയ്തൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. സെറ്റ് ഡോട്ട് ഫോർ ഈച്ച് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ഓരോ ഐറ്റത്തിലൂടെ ഞാൻ ലൂപ്പ് ചെയ്യാണ്, എന്നിട്ട് കൺസോൾ ചെയ്യാണ്. ലോഗോ ഐറ്റം നമുക്ക് കാണാൻ പറ്റും യുണീക്ക് ആയിട്ടുള്ള വാല്യൂസ് മാത്രമേ ഇവിടെ നമുക്ക് കാണിക്കുന്നുള്ളൂ, റിട്ടേൺ ചെയ്യുന്നുള്ളൂ. ഇത് യുണീക്ക് ആയിട്ടുള്ള വാല്യൂസ് മാത്രമേ സെറ്റിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയുള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് അറേയിൽ നിന്ന് സെറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനും ഡാറ്റാസ് കൺവേർട്ട് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. സെറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ പെർഫോമൻസ് കൂടുതലാണ് അറേനേക്കാളും. പിന്നെ രണ്ടാമത്തെയാണ് മാപ്പ് എന്ന് പറഞ്ഞ കീഡ് കളക്ഷൻ. മാപ്പും ഒബ്ജക്റ്റും ഓൾമോസ്റ്റ് സിമിലറാണ്. അപ്പം ഞാൻ ആദ്യം ഒരു ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഒബ്ജക്റ്റ് 1 അപ്പോൾ ഈ ഒബ്ജക്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റിൻ്റെ കീ വാല്യൂ ആയിട്ട് നമുക്ക് എപ്പോഴും ഒരു സ്ട്രിങ്ങോ അല്ലെങ്കിൽ ഒരു സിംബലോ മാത്രമേ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റൂ. അതേ സമയത്ത് ഈ മാപ്പിൻ്റെ കേസ് വരുന്ന സമയത്ത് കൂടുതൽ ഫ്ലെക്സിബിളാണ്. നമുക്ക് എന്ത് യൂസ് ചെയ്യാം, നമ്പർ വേണമെങ്കിൽ നമ്പർ യൂസ് ചെയ്യാം, ഫംഗ്ഷൻ വേണമെങ്കിൽ ഫംഗ്ഷൻ യൂസ് ചെയ്യാം, എന്ത് യൂസ് ചെയ്യാം, കൂടുതൽ ഫ്ലെക്സിബിളാണ്. അതേപോലെ ഈ മാപ്പ് എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യാണ്. ടെസ്റ്റ് മാപ്പ് ഈക്വൽ ടു അതും മാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിൻ്റെ ഇൻസ്റ്റൻസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മളൊരു മാപ്പ് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ടെസ്റ്റ് മാപ്പ് ഡോട്ട് സെറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് വാല്യൂസ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. നമുക്ക് വേണം എന്ത് ചെയ്യാം, ഇവിടെ നെയിം എന്ന് പറഞ്ഞ എടുത്തു, ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞ പോലെ കൊടുക്കാം. ഫസ്റ്റ് നെയിം, അതിനുശേഷം ടെക്സ്റ്റ് മാപ്പ് ഡോട്ട് സെറ്റ്, അതിനുശേഷം ഞാൻ ജെൻഡർ കൊടുക്കുകയാണ്. നമ്മൾ കൺസോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കൺസോൾ ഡോട്ട് ലോഗ് ടെക്സ്റ്റ് മാപ്പാണ് കൊടുത്താൽ മതി. നമുക്ക് കാണാൻ പറ്റും ഫസ്റ്റ് നെയിം സാം, അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ കാണിക്കുന്നത്. എന്തുകൊണ്ട് അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ കാണിക്കുന്നത്,
കാരണം നമ്മളിവിടെ വാല്യൂസ് ഒന്നും കൊടുത്തിട്ടില്ല. ഫസ്റ്റ് കീ ആയിട്ട് നമ്മളൊരു ഒബ്ജക്റ്റാണ് യൂസ് ചെയ്തത്. എന്നാലും നമ്മൾ വാല്യൂ ആയിട്ടൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വാല്യൂ കൊടുക്കാം. ഹായ്. ഇങ്ങനെയാണ് നമ്മൾ ഒരു മാപ്പ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ഫ്ലെക്സിബിൾ ആയിട്ട് ഒബ്ജക്റ്റിൽ നിന്ന് കൂടുതൽ ഫ്ലെക്സിബിൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മാപ്പ് യൂസ് ചെയ്യാം. മാപ്പും ഒബ്ജക്റ്റിനേക്കാൾ പ്രോസസ്സിങ് സ്പീഡ് വളരെ പെർഫോമൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് കീ ആയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നെയിമിന് പകരം നമുക്ക് ഒരു ഒബ്ജക്റ്റ് യൂസ് ചെയ്യാം, ഫംഗ്ഷൻ യൂസ് ചെയ്യാം, അങ്ങനെ പലതും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാം. അതേപോലെ തന്നെ കണ്ടെത്താൻ നിങ്ങൾക്ക് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ പ്രോഗ്രാംസ് ഒക്കെ നിങ്ങൾ ചെയ്തു നോക്കാം. എവിടെയാണ് മാപ്പ് യൂസ് ചെയ്യുന്നത്, എവിടെയാണ് ഒബ്ജക്റ്റ് യൂസ് ചെയ്യുന്നത്, എന്തിനാണ് ഒബ്ജക്റ്റ് യൂസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ സെറ്റും അറേയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതെവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ഈ യൂസ് കേസൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഇത് നിങ്ങൾക്ക് ഞാൻ വിട്ട് തരികയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ കീഡ് കളക്ഷനിൽ 2 ടോപ്പിക്കും കൂടെ ഉണ്ട്. അതായത് വീക്ക് സെറ്റ്, വീക്ക് മാപ്പ് എന്ന് പറഞ്ഞ 2 കൺസെപ്റ്റും കൂടെ ഉണ്ട്. അതും നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, എക്സ്പ്ലോർ ചെയ്യാം. അതിനെപ്പറ്റി ഒരു ചെറിയ പ്രോഗ്രാം നിങ്ങൾക്ക് ചെയ്തു നോക്കാം. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. അത് നിങ്ങൾക്ക് വിട്ട് തരികയാണ്, നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം. അതിന് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനൽ ഡൗട്ട് ചോദിക്കാവുന്നതാണ്. ഇനി അടുത്ത സ്ട്രക്ചേർഡ് ഡാറ്റ, ജേസൺ ആക്ച്വലി നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ഉണ്ട്. നമ്മളൊരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ഉണ്ട്. അപ്പോൾ ഫ്രണ്ട് എൻഡിൽ നിന്ന് ബാക്ക് എൻഡിൽ നിന്ന് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ഫോർമാറ്റാണ് ജേസൺ. അപ്പോൾ നമുക്ക് ജേസൺ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ നോക്കാം. ജേസൺ ആക്ച്വലി ഒരു ഒബ്ജക്റ്റ് പോലെയാണ്, ഏകദേശം ഒബ്ജക്റ്റ് പോലെയാണ്. അതായത് ഓൾമോസ്റ്റ് സിമിലർ ആണ്. കീ വാല്യൂ പെയർസ് ആയിരിക്കും. ഡാറ്റാസ് ഫുള്ള് കീ വാല്യൂ പെയർ ആയിട്ടായിരിക്കും ജേസൺ ഡാറ്റയിൽ സ്റ്റോർ ചെയ്യുന്നത്. നമുക്കൊരു സാമ്പിൾ നോക്കാം. ലെറ്റ് ടെസ്റ്റ് ജേസൺ ഈക്വൽ ടു, പ്രത്യേകം എന്ന് വെച്ചാൽ ഇതിൻ്റെ കീ എപ്പോഴും ഡബിൾ കോട്ടിലായിരിക്കണം ഉണ്ടാകേണ്ടത്. കീ 1 ഈക്വൽ ടു വാല്യൂ 1. അതിനുശേഷം ഞാൻ കീ 2 കൊടുക്കുകയാണ്, വാല്യൂ 2. നമുക്കിതങ്ങനെ കൺസോൾ ചെയ്യാൻ നോക്കാം. ടെസ്റ്റ് ഡോട്ട് ജേസൺ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഫുൾ വാല്യൂസ് കിട്ടും. ഇനി നമുക്ക് ഓൺലി സ്പെസിഫിക് കീ 1 മാത്രമേ വേണ്ടൂ. അപ്പോൾ നമുക്ക് എങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഡോട്ട് കീ 1 അടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് കിട്ടും വാല്യൂ 1, അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി ഇൻ കേസ് ഇവിടെ സ്പേസ് ഇട്ടിട്ടാണ് 1 ഉള്ളതെന്ന് ചോദിച്ചോ, അപ്പോൾ നമുക്ക് എങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റും, അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ എറർ അടിക്കും. ഇങ്ങനെ നമുക്ക് ഒരിക്കലും ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ സ്പേസ് ഉള്ള കേസിൽ ഇങ്ങനെയാണ് കീ വരുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഡോട്ട് ഇടുന്നതിന് പകരം ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക. എന്നിട്ട് ഇതിൻ്റെ അകത്തുള്ള വാല്യൂസ് നമുക്കൊരു ഡബിൾ കോഡിൽ കൊടുക്കുക. ഇങ്ങനെയാണ് നമുക്ക് സ്പേസ് ഉള്ള കേസിൽ വാല്യൂസ് ആക്സസ് ചെയ്യാൻ പറ്റുക. കണ്ടോ, ഇതാണ് ജേസൺ നിങ്ങൾക്ക് കൂടുതൽ മുന്നോട്ട് പോകുന്ന സമയത്ത് ഉപകാരപ്പെടും. കാരണം ഒരു ഫുൾ സ്റ്റാക്ക് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പൊതുവെ ഇപ്പോൾ പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്നത് ജേസൺ ആണ്. ജേസൺ രീതിയിലാണ് ഡാറ്റാസ് ഫുള്ള് ഫ്രണ്ട് എൻഡിൽ നിന്ന് ബാക്ക് എൻഡിലേക്കും ബാക്ക് എൻഡിൽ നിന്ന് ഫ്രണ്ട് എൻഡിലേക്കൊക്കെ നമുക്ക് റെസ്പോൺസ് ആയിട്ടൊക്കെ ഡാറ്റ ലഭിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ജേസൺ എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് ഇത് പ്രോസസ്സ് ചെയ്യാൻ പറ്റുക, എങ്ങനെയൊക്കെ ഡാറ്റ ആക്സസ് ചെയ്യാം, എങ്ങനെയൊക്കെ ഡാറ്റ എന്ത് ചെയ്യാം പുതുതായിട്ട് ആഡ് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, എങ്ങനെ ഈ ജേസണിലേക്ക് പുതിയൊരു വാല്യൂ ആഡ് ചെയ്യാം. ജസ്റ്റ് ഒന്നുമില്ല, ടെസ്റ്റ് ഡോട്ട് ജേസൺ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, കീ 3 എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, വാല്യൂ 3. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, പുതിയ വാല്യൂ കൂടെ ആഡായി. ഇങ്ങനെയാണ് പുതിയ വാല്യൂസ് ആഡ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിച്ചത്. ഒന്നാമത് നമ്മൾ ഫസ്റ്റായിട്ട് ഡാറ്റ ടൈപ്സ് പഠിച്ചു. എന്തൊക്കെ ഡാറ്റ ടൈപ്സാണ് ജേസണിലുള്ളത്, പ്രിമിറ്റീവ് ആൻഡ് നോൺ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ്. അതിനുശേഷം ടൈപ്പ് കാസ്റ്റിങ്ങിനെ കുറിച്ച് പഠിച്ചു, ഇംപ്ലിസിറ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ്. അതിനുശേഷം നമ്മൾ ഡാറ്റ സ്ട്രക്ചറിലേക്ക് കടന്നു. മെയിനായിട്ട് ഇൻഡെക്സ്ഡ് കളക്ഷനും കീഡ് കളക്ഷനും സ്ട്രക്ചേർഡ് ഡാറ്റയാണുള്ളത്. അപ്പോൾ ഇൻഡെക്സ്ഡ് കളക്ഷനിൽ ടൈപ്ഡ് അറേ ഉണ്ട്, റെഗുലർ അറേ ഉണ്ട്. അപ്പോൾ
ഇതിന് ശേഷം ഈ ക്ലാസ്സിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഡെക്സ്ഡ് കളക്ഷനെക്കുറിച്ചും കീഡ് കളക്ഷനെക്കുറിച്ചും സ്ട്രക്ചേർഡ് ഡാറ്റേനെക്കുറിച്ചും നിങ്ങൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുക. ഇതിൻ്റെയൊക്കെ ഓരോ പ്രോഗ്രാം നിങ്ങൾ ചെയ്തു നോക്കുക. ഓരോ പ്രോഗ്രാം എന്ന് പറയുന്ന സമയത്ത് എന്താ പറയുക, ടൈപ്ഡ് അറേ വെച്ചിട്ട് ജസ്റ്റ് ഒരു പ്രോഗ്രാം, അതായത് ടൈപ്പ് അറേ ഡിഫൈൻ ചെയ്യുന്നത്, ടൈപ്പ് അറേ അതായത് പ്രിൻറ്റ് ചെയ്യുന്നത്, ഇങ്ങനെ ഏതെങ്കിലും ഒരു ജസ്റ്റ് സിമ്പിളായിട്ടുള്ള പ്രോഗ്രാംസ് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ കീഡ് കളക്ഷനിൽ സെറ്റ് മാപ്പ് ഇതിനെക്കുറിച്ച് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഈ സെറ്റ് മാപ്പ് എന്നൊക്കെ പറയുന്നത് ഒരു ഒബ്ജക്റ്റാണ്. അത് നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്ത് ഇനീഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് അതിൽ കുറച്ച് മെത്തേഡ് ഉണ്ട്. അതായത് ഒരു പുതിയ വാല്യൂ എങ്ങനെ ആഡ് ചെയ്യാം, ഒരു ഡാറ്റ എങ്ങനെ ഡിലീറ്റ് ചെയ്യാം, ഉള്ള ഡാറ്റയിൽ നിന്ന്, ഉള്ള മാപ്പിൽ നിന്ന് ഒരു ഡാറ്റ എങ്ങനെ ഡിലീറ്റ് ചെയ്യാം, ഒരു വാല്യൂ എങ്ങനെ ആക്സസ് ചെയ്യാം, ഈയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ 2 കാര്യം മിസ്സായി പോരുത്, വീക്ക് സെറ്റും ഉണ്ട്, വീക്ക് മാപ്പും ഉണ്ട്. ഇതിനെപ്പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ സ്ട്രക്ചേർഡ് ഡാറ്റ എങ്ങനെ പ്രോസസ്സ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ ഓക്കെ, ഇനി പുതിയ ടോപ്പിക്ക് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ.